പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും ഒക്കെ വിജയിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു താരപുത്രന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. മറ്റാരുമല്ല, സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലിന്റേത്. മുത്തുഗവ് എന്ന ചിത്രത്തിലൂടെയാണ് ഗോകുല് മലയാള സിനിമയിലേക്ക് വന്നത്. പക്ഷെ മുത്തുഗവ് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമല്ലായിരുന്നു. ഇപ്പോ പുതിയ മേക്ക് ഓവർ നടത്തി രണ്ടാം വരവിനൊരുങ്ങുകയാണ് കക്ഷി. പപ്പു എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് പുതിയ മേക്ക് ഓവർ. മീശയും താടിയും കാതിൽ കടുക്കനും ഒക്കെ ആയിട്ട് പുതിയൊരു ഗെറ്റപ്പിലാണ് പപ്പുവിൽ ഗോകുൽ എത്തുക. പി ജയറാം കൈലാസ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. പപ്പു എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് സംവിധായകൻ പറയുന്നത്. അതാണ് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയും. എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രസകരമായിട്ടുള്ള ഒരു കഥയാണ് പപ്പുവിൻ്റെത്. 2 നായികമാരാണ് ഈ ചിത്രത്തിൽ ഉണ്ടാവുക. ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് പ്രണവ് മോഹൻലാൽ എന്ന താരത്തിന്റെ വരവ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ത്രില്ലറിലാണ് പ്രണവിന്റെ അരങ്ങേറ്റം. സിനിമയ്ക്കായി പാർക്കൗർ പരിശീലനം നടത്തുകയാണ് പ്രണവ് ഇപ്പോൾ എന്ന് പ്രണവിന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്. അക്രോബാറ്റിക് സ്വഭാവമുള്ള ശാരീരിക പരിശീലനമാണ് പാർക്കൗർ. എന്നാൽ ജിംനാസ്റ്റിക്കും റോക്ക് ക്ലൈംബിങ്ങും ഒക്കെ നടത്തിയിട്ടുള്ള പ്രണവിന് അത് വളരെ എളുപ്പമായിരിക്കുമെന്ന് മോഹൻലാൽ പറയുന്നു. തന്നിലുള്ള ഇത്തരം കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് പ്രണവ് ഈ സിനിമ തിരഞ്ഞെടുത്തതെന്നാണ് മോഹൻലാൽ പറയുന്നത്. പുനർജനി എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ട് സംസ്ഥാന അവാർഡ് നേടിയ പ്രണവ് ഒന്നാമൻ, സാഗർ ഇലിയാസ് ജാക്കി എന്നീ ചിത്രങ്ങളിലുമൊക്കെ അഭിനയിച്ചിരുന്നു. പ്രണവിന് ഇപ്പോൾ 26 വയസ്സുണ്ട്. 26-ാം വയസ്സിലൂടെ ആയിരുന്നു സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ ദുൽഖർ സൽമാന്റെയും നായകനായിട്ടുള്ള അരങ്ങേറ്റം.